ദാമ്പത്യത്തിലെ സമാധാനം തകർക്കുന്ന ചില തർക്കങ്ങളെ കാരണങ്ങളും സൊല്യൂഷനും എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ദമ്പതിമാർക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാകുക പതിവാണ്. ചിലപ്പോഴത് മല പോലെ വന്ന് എലിയായി പോകും, മറ്റു ചിലപ്പോൾ എലി പോലെ വന്ന് മലയായി മാറും. വിവാഹം കഴിച്ചുവെന്ന് കരുതി പങ്കാളികൾക്കിടയിൽ എല്ലാ കാര്യങ്ങളിലും ഒരേ അഭിപ്രായം ഉണ്ടാകണമെന്നില്ല. അഭിപ്രായ വ്യത്യാസം തികച്ചും നോർമലാണ്. അതിൽ ഒരു പ്രശ്നവുമില്ലതാനും. അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കത്തിലേക്ക് നയിച്ചേക്കും. ദാമ്പത്യത്തിൽ മാത്രമല്ല, മറ്റേതൊരു ബന്ധത്തിലും അഭിപ്രായ വ്യത്യാസവും തർക്കവും ഉണ്ടാകാം. ഇത് മറുഭാഗത്തുള്ളയാൾ മനസ്സിലാക്കാനും കൂടുതൽ അടുക്കുവാനുള്ള അവസരങ്ങളാണ്. പക്ഷേ എല്ലാ തർക്കങ്ങളും ബന്ധത്തിന് ഗുണകരമായി കൊള്ളണമെന്നില്ല. ഗുണമാകുന്ന തർക്കം വിനാശകാരിയായ തർക്കവും വേർതിരിച്ചറിയേണ്ടത് ബന്ധത്തിൻ്റെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമാണ്. വിനാശകരമായ തർക്കങ്ങളെ മുളയിലേ നുള്ളിക്കളയണം, അല്ലെങ്കിൽ അത് പങ്കാളികൾക്കിടയിൽ അസ്വാരസ്യങ്ങൾക്ക് കാരണമാകും. ദാമ്പത്യത്തിൽ പ്രതിസന്ധിയുണ്ടാക്കുന്ന തർക്കങ്ങളുടെ പ്രധാനപ്പെട്ട ചില ലക്ഷണങ്ങൾ എന്തെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. 1. അടിക്കടി ഉണ്ടാകുന്ന കൈവിട്ടു പോകുന്ന തർക്കങ്ങൾ. എത്രയൊക്കെ ശ്രമിച്ചാലും പങ്കാളികൾക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാകുമെന്ന് തീർച്ചയാണ്. പക്ഷേ അടിക്കടി എല്ലായ്പ്പോഴും തർക്കമുണ്ടാകുകയും അവ കൈവിട്ടു പോയി കൂടുതൽ വഴക്കിൽ ചെന്നെത്തി നിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു നല്ല സൂചനയല്ല. ചെറിയ കാര്യങ്ങളിൽ വരെ പരസ്പരം തർക്കിക്കുകയും അത് വലിയ വഴക്കായി മാറുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിസ്സാരമല്ലെന്നും എത്രയും പെട്ടെന്ന് മൂലകാരണം കണ്ടെത്തി അത് പരിഹരിക്കേണ്ടതുണ്ടെന്നും രണ്ടുപേരും മനസ്സിലാക്കണം. അടുത്തത് വ്യക്തിപരമായ ആക്രമണം. തർക്കത്തിനിടയിൽ ദമ്പതിമാർ വ്യക്തിപരമായി ആക്രമിക്കുകയും പേര് വിളിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അനാരോഗ്യകരമായ തർക്കമാണെന്ന് ഉറപ്പിക്കുക. വാക്കുതർക്കം പിന്നീട് വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്കും ആക്രമണത്തിലേക്കും വഴിമാറുന്നുണ്ടെങ്കിൽ പരസ്പര ബഹുമാനമില്ലായ്മയുടെ ലക്ഷണമാണത്. അവിടെ പ്രശ്നം പരിഹരിക്കുന്നതിനു പകരം അന്യോന്യം വേദനിപ്പിക്കുക എന്നതിനാണ് ദമ്പതിമാർ പ്രാധാന്യം നൽകുന്നത്. ഇത് അവർക്കിടയിലെ വിശ്വാസ്യതയും ബഹുമാനവും തകർക്കും. അടുത്തത് എപ്പോഴും കുറ്റപ്പെടുത്തൽ. പരസ്പരം പഴിചാരുകയും തങ്ങളുടെ പ്രവൃത്തികളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാവാതിരിക്കുകയും ചെയ്യുന്നത് അനാരോഗ്യകരമാണ്. തർക്കം ബന്ധത്തെ ദോഷകരമായാണ് ബാധിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് അത്. തെറ്റുകൾ തിരിച്ചറിയാനും അംഗീകരിക്കാനും പങ്കാളികൾ രണ്ടുപേർക്കും ഇടയിൽ പരസ്പര ബഹുമാനം ആവശ്യമാണ്. അടുത്തത് ഇടയ്ക്ക് കയറി സംസാരിക്കും. അതായത് പങ്കാളിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള ക്ഷമ കാണിക്കാതിരിക്കുകയും അവർ പറയുന്നതിനൊപ്പം ഉച്ചത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നത് പരസ്പരം അഭിപ്രായങ്ങളെ ബഹുമാനിക്കാത്തതിൻ്റെ ലക്ഷണങ്ങളാണ്. അതുകൊണ്ട് പങ്കാളിയെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുന്നത് അനാരോഗ്യകരമായ തർക്കത്തിൻ്റെ വ്യക്തമായ ലക്ഷണമാണ്. അടുത്തത് പ്രശ്നങ്ങളെ അവഗണിക്കാൻ ശ്രമിക്കൽ. പങ്കാളികൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുക നല്ല കാര്യം തന്നെയാണ്. പക്ഷെ സമാധാനം പോകരുതെന്ന് കരുതി പങ്കാളികൾ രണ്ടുപേരും പ്രശ്നങ്ങളെ നിരന്തരമായി അവഗണിക്കാൻ ശ്രമിക്കുന്നത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ ഉള്ളിൽ കിടക്കുന്നതിനും വികാരങ്ങൾ അടിച്ചമർത്തപ്പെടുന്നതിനും കാരണമാകാം. ഇത് പങ്കാളികൾക്കിടയിൽ അകൽച്ചയ്ക്കും അനിശ്ചിതത്വത്തിനും സമ്മർദ്ദത്തിനും വരെ കാരണമാകും. പിന്നീട് അത് വലിയ പ്രതിസന്ധിയായി മാറാം. ആരോഗ്യകരമായ ദാമ്പത്യത്തിന് പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന തർക്കങ്ങൾ തിരിച്ചറിയപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. അതിന് ഈ ലക്ഷണങ്ങൾ തീർച്ചയായും ഉപകരിക്കും.